പ്രാവശ്യം ഞങ്ങളുടെ തൊടിയിൽ കുറച്ച് കൂവക്കിഴങ്ങ് ഉണ്ടായിട്ടുണ്ട്. പെരിച്ചാഴിയൊക്കെ തിന്നതിൻ്റെ ബാക്കിയപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ചുള്ളൂ. അതപ്പോൾ ഇതാണ് കൂവൻ്റെ ചെടി. ബ്ലാത്തി കൂവ എന്നാട്ടോ അത് പറയാം, നാടൻ കൂവയല്ല ബ്ലാത്തി കൂവ. അപ്പോൾ ഞങ്ങളതെല്ലാം പറിച്ചു. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് കഴുകണം. കഴുകുന്നതിന് മുമ്പ് ഇതിൻ്റെ മേലുള്ള തൊലികളൊക്കെ പറിച്ചു കളയണം. അപ്പം അമ്മ ആദ്യം തന്നെ അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂവൻ്റെ മുകളിലുള്ള തൊലികളും പിന്നെ കേടുവന്ന ഭാഗങ്ങളും ഒക്കെ ചെത്തി കളഞ്ഞും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. അതിന് ശേഷം മാത്രമേ കഴുകാൻ പറ്റുള്ളൂ. കുറച്ച് നേരത്തെ പരിപാടി ഉണ്ട് കേട്ടത്. പിന്നെ ഇത് വളരെ കുറച്ചായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കുറേ ഉണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. ഇതിപ്പോൾ ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അമ്മ തന്നെ ഇരുന്ന് ഇങ്ങനെ എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഈ കുകനെ ബ്ലാത്തി കുക എന്നാട്ടോ പറയാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് താഴെ കമന്റ് ചെയ്യണേ. അതേപോലെ ഇത് പൊടി ഉണ്ടാക്കാതെ പുഴുങ്ങി തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഇപ്രാവശ്യം ഞങ്ങളുടെ പൊടിയൊക്കെ തീർന്നുകൊണ്ട് പൊടി ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. പിന്നെ ഇത് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടാ കഴിക്കുക. അപ്പം നന്നായിട്ടൊരു 3-4 തവണ കഴുകി. എത്ര കഴുകിയാലും ഇതൊരു നിറം വയ്ക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ വട്ടം കഴുകി ചെളിയും മണ്ണും എല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കുളിപ്പിച്ച് സുന്ദരകുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇതിനെങ്ങനെ കഴുകുന്ന സമയത്തും ഇതിൻ്റെ മേലിൽ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ സമയത്തൊക്കെ പറിച്ച് കളയണം കേട്ടോ. ഇതുപോലെ തൊലിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തും പറിച്ച് കളയണം. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി എടുത്തു വെക്കണം. അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് കഴുകൽ കഴിഞ്ഞു. ഇനി ഇത് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കുക. നമ്മളിനി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി ഇടുക. അങ്ങനെ അമ്മ ഫുള്ള് ചെത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്ലാത്തിക്കുക ചെത്തൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാൻ ആദ്യമായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സമയത്ത് വലിയൊരു ചെമ്പട്ടി എടുക്കുക. ആ ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ വായ ഭാഗം ഒരു നല്ല തോർത്ത് കൊണ്ട് കെട്ടിക്കൊടുക്കുക. തോർത്ത് ശകലം അങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിക്കുക. അത് മുകളിൽ വരെ എത്തുന്ന രീതിയിൽ വെള്ളം വെള്ളം ഒഴിക്കണം കേട്ടോ. ഈ കൂവ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിൻ്റെ രീതിയിലായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നിവി ഇങ്ങനെ താഴെ നിന്ന് തേങ്ങയും കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്പട്ടി കെട്ടുന്നതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം വെള്ളം നിൽക്കാൻ. ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് അരച്ച് കഴിഞ്ഞു. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഈ അരച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. ഇതുപോലെ അരിച്ചരിച്ച് ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അരിച്ചെടുക്കുക. ലാസ്റ്റ് ഈ കൂവേൻ്റെ ചണ്ടി കിട്ടും. അതുവരെ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ചണ്ടി കിട്ടൽ തുടങ്ങി. അതമ്മ വേറൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വീണ്ടും അരിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് നമ്മൾ അങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും തുടരുക. അരച്ചെടുക്കുക പിന്നെ അരിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ ഒരു 2 വട്ടം കൂടെ ചെയ്തു ഞങ്ങൾ.
അരിച്ചെടുത്ത ചണ്ടി വേറൊരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണത്. ഇനി ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ തോർത്തുമുണ്ട് കെട്ടഴിക്കുക, എന്നിട്ട് അത് മാറ്റുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മാറ്റി വയ്ക്കുക, പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മുടെ അരിക്കലൊക്കെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ഇത് തെളിയാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരമാണ് ചെയ്തത്. ഇനി രാത്രി കിടക്കുന്നത് വരെ ഇതിങ്ങനെ അടച്ച് തെളിയാൻ വേണ്ടി വെക്കും. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് തുറക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും. തെളി ഒക്കെ ഊറി വന്നിട്ടുണ്ടാവും. ഇനി ആ മുകളിലുള്ള വെള്ളം കളയുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ കൂവപ്പൊടി ഇങ്ങനെ അടിഞ്ഞ് നിന്നിട്ടുണ്ടാവും. ഇനി വീണ്ടും വെള്ളം ഒഴിച്ച് കണ്ട് ആ വെള്ളപ്പൊടി ഒന്നുകൂടെ കലക്കിയെടുക്കുക. നേരത്തെ ചെയ്ത് അതേപോലെ അത്രയും വെള്ളം വെക്കണം. ഈ കൂവപ്പൊടിയിലുള്ള കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 2-3 തവണ ഇങ്ങനെ കട്ട് കളയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുക, ഊറ്റുക, അങ്ങനെ ചെയ്യണം. ഒരു 2-3 തവണയൊക്കെ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല മാറി നല്ല വെള്ള കളറായിട്ടുണ്ടാവും. അതിൻ്റെ ചളിയും കട്ടൊക്കെ പോയിട്ട്. അപ്പോൾ പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങളുടെ ഈ തെളിയൂറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കൂവപ്പൊടീൻ്റെ പരുവം. ഇനി ഇതാണ് നമ്മൾ നല്ല വെയിലത്ത് ഉണക്കാൻ വെക്കേണ്ടത്. നന്നായിട്ട് വെയിൽ കിട്ടുന്നിടത്ത് ഒരു 2-3 ദിവസം 3-4 ദിവസം ഇത് നന്നായിട്ട് ഉണക്കാൻ വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങുമ്പോൾ നല്ല പൊടി പരുവായിരിക്കും. ഇത് കട്ടയുള്ള പൊടി പോലെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഈ ഉണങ്ങിയിട്ടുള്ള അവസ്ഥ. ഇനി ഇത് നല്ലൊരു കുപ്പിയിലാക്കി വെക്കുക. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് വെള്ളം കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ കൂവപ്പൊടി വിരകി കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കൂവപ്പൊടി. അപ്പോൾ കൂവപ്പൊടീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.